റിസൾട്ട് നോക്കാം. വാവ്, ഇതുണ്ട്, ഗ്ലോ ഉണ്ട്. എൻ്റെ കൈയും മുഖവും തമ്മിലുള്ള വ്യത്യാസം കണ്ടു. കൊറിയക്കാരെ പോലെ ചർമ്മം വെട്ടിത്തിളങ്ങാൻ നമുക്കും സാധിക്കും. അവർ ഉപയോഗിക്കുന്ന രീതിയിലുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഈ പറയുന്ന മാസ്ക് നിങ്ങളുടെ ഫേസിനകത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം മുഖത്ത് നിന്ന് അത് തുടച്ചു കഴിയുമ്പോൾ കൊറിയക്കാരെ പോലെ നിങ്ങളുടെ ചർമ്മം വെട്ടിത്തിളങ്ങുന്നതാണ്. ഇത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ചെയ്തു നോക്ക്. അപ്പോൾ നിങ്ങളുടെ ഫേസിനുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് കാണാം. ഈ രീതിയിൽ നിങ്ങൾ ചെയ്യണേ. എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറയാം. അതിന്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി മാസ്ക് ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മുടെ ചർമ്മത്തിന് പലതരം പ്രശ്നങ്ങളുണ്ട്. ചർമ്മത്തിന്റെ സ്കിൻ ലൂസ് ആവുക, സ്കിന്നിനകത്ത് നമ്മുടെ ഫേസ് സ്കിന്നിനകത്ത് ടാനൊക്കെ അടിച്ച് വല്ലാതാവുക, ഫേസ് സ്കിന്നിനകത്തുണ്ടാകുന്ന പാടുകൾ, പിന്നെ ഫേസ് സ്കിന്നിന് ഒരു രീതിയിലും ഉഷാറില്ലാത്ത രീതിയിലിരിക്കുന്നത്. ചിലരെ കാണുമ്പോൾ നമ്മുടെ ചിലരുടെ ഫേസ് കാണുന്ന സമയത്ത് നമുക്കറിയാം ഒരുമാതിരി വല്ലാത്ത രീതിയിൽ ഇരിക്കുന്നു. കാരണം അവർക്ക് അത്ര ഏജ് ഉണ്ടാവുന്നില്ലായിരിക്കും, പക്ഷെ അവരുടെ ഫേസ് ഭയങ്കര ചുളിവൊക്കെ വീണ് വല്ലാത്തൊരു സാഹചര്യത്തോടെ ഇരിക്കും. അതൊക്കെ മാറ്റാനും ഫേസ് സ്കിന്നിന് നല്ല ഗ്ലോയിങ് കിട്ടാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഹോം മെയ്ഡ് പരമായിട്ടുള്ള ഒരു മാസ്ക് ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. എന്താണെന്നൊക്കെ ഉള്ളത് പറയാം. ഹോം മെയ്ഡ് പരമായിട്ടുള്ള ഒരു മാസ്ക് ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് തിളപ്പിക്കുന്ന പറ്റുന്ന ഒരു പാത്രമാണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സ്കിന്നിന് നല്ല പോലെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. ഫ്ലാക്സ് സീഡിൽ നിന്ന് സാധിക്കും. ഫ്ലാക്സ് സീഡാണ് നമുക്ക് വേണ്ടത്. ഫ്ലാക്സ് സീഡ് ഇതുപോലെ മേടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓൺലൈൻ വഴിയൊക്കെ മേടിക്കാം. വെറും 20 രൂപയേ ഉള്ളൂ കേട്ടോ. ഫ്ലാക്സ് സീഡ് വളരെ നല്ലതാണ്. നമ്മുടെ ഫ്ലാക്സ് സീഡ് ഇട്ടുള്ള വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നമ്മുടെ സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ്. മുടിക്കും ഒക്കെ ഫ്ലാക്സ് സീഡ് നല്ലതാണ്. വളരെയധികം ഔഷധ ഗുണമുള്ളതാണ് ഫ്ലാക്സ് സീഡിൽ നിന്ന്. നമുക്ക് വേണ്ടത് ഫ്ലാക്സ് സീഡാണ്. അതായത് ചണ വിത്ത് എന്ന് പറയുമല്ലോ, ചണ വിത്ത്, അതാണ് വേണ്ടത്. അത് നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണാണ് ചണ വിത്ത് നമുക്ക് വേണ്ടത്. അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്താ, ചണ വിത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ ചണ വിത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓർഗാനിക് ആയിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ പലതരം കമ്പനിയുടെ മേടിക്കാനായിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധിക്കും. അതല്ലെങ്കിൽ ഓൺലൈൻ വഴിയൊക്കെ മേടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ ഫ്ലാക്സ് സീഡ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് റൈസ് പൗഡർ ഇല്ല എങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇത് ചേർക്കാം. അതായത് അരിപ്പൊടി അല്ലെങ്കിൽ പച്ചരി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ റൈസ് പൗഡറാണ് ചേർക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണാണ് റൈസ് പൗഡർ നമ്മൾ റൈസ് പൗഡർ ചേർക്കുന്നത്. റൈസ് പൗഡർ നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. സ്കിന്നിനകത്തുണ്ടാകുന്ന ഡെഡ് സ്കിന്നൊക്കെ ഇല്ലാതാക്കാൻ റൈസ് പൗഡറിൽ നിന്ന് സാധിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 കപ്പ് വെള്ളം ചേർത്ത് ഇത് നല്ല പോലെ വേവിച്ചെടുക്കണം. തീ കുറച്ചിട്ടിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. എന്തായാലും ഞാൻ വേവിക്കുന്നതൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല, കാരണം അത്രയും വീഡിയോ ലെങ്ത് ആക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വേവിക്കുന്നതൊന്നും കാണിക്കുന്നില്ല. വേവിച്ചതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. വിട്ടുപോയി, വെള്ളം പറ്റരുത്. നോർമൽ രീതിയിലൊരു വെള്ളം വേണം. കാരണം അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അരച്ചെടുക്കണം. ഇതിന് അരച്ചെടുക്കുമ്പോഴത്തേക്ക് വെള്ളമില്ലെങ്കിൽ ഇത് അരയത്തില്ല. കാരണം അതിൻ്റെ സത്തിറങ്ങിയ വെള്ളമാണ് നമുക്ക് വേണ്ടത്. എന്തായാലും ഞാനിതൊന്ന് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് അതിൻ്റെയൊക്കെ സത്തൊക്കെ നല്ല പോലെ ഒന്ന് ഇറക്കിക്കൊണ്ട് വരാം കേട്ടോ. എന്താ, നമ്മുടെ സംഭവം എല്ലാം വെന്ത് തണുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പോഴേ തന്നെ ഒരു ജെല്ലി രീതിയിലായിട്ടിരിക്കുകയാണ്. എന്തായാലും ഇത് നമുക്ക് മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കുറച്ച്, അതായത് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒന്ന് അരച്ചെടുത്തോണ്ട് വരട്ടെ ഞാൻ കേട്ടോ. അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അലോവേറ ജെല്ലാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ല് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അലോവേറ ജെല്ല് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതിലേക്ക് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, 1/2 ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇത് നല്ല പോലെ അങ്ങോട്ടങ്ങ് മിക്സ് ആക്കാം. അങ്ങനെ നമ്മുടെ കൊറിയൻകാരെ പോലെ ആവാൻ നമുക്ക് ഇതിൽ നിന്ന് സാധിക്കും. ഇത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ചർമ്മത്തിലൊന്ന് പരീക്ഷിച്ച് നോക്കി. ചുമ്മാതാണോ അതോ റിസൾട്ട് കിട്ടുമോ എന്നറിയാൻ വേണ്ടി ചെയ്തപ്പോഴാണ് എന്നെപ്പോലും ഷോക്കാക്കി. സ്കിൻ സോഫ്റ്റ് ആവുന്നുണ്ട്. നല്ലൊരു ഗ്ലോയിങ്,
അത് നമ്മളിപ്പം ഗ്ലോയിങ് മേക്കപ്പ് ചെയ്യുന്ന പോലുള്ള ഒരു ഗ്ലോയിങ് കിട്ടിയിട്ടുണ്ട്. 100% ആണ് റിസൾട്ട്. നിങ്ങൾ കണ്ടോ, ഇത് കിടിലൻ സംഭവമാണ്. എന്തായാലും ഇട്ടിട്ടുള്ള ആ ഒരു ലൈവ് ചേഞ്ചസ് ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. സംഭവം കണ്ടോ ഇരിക്കുന്നത്. എന്തായാലും ഫേസിലേക്ക് ഇടാം, ഇട്ടിട്ടുള്ള ലൈവ് ചേഞ്ചസ് കാണാം. ഇതാണ് നമ്മൾ തയ്യാറാക്കിയ പാക്ക്. ഫേസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ലൊരു തണുപ്പൊക്കെയാണ് ഈ ഒരു പാക്ക് ഇടുന്ന സമയത്ത്. നല്ല ഇതുണ്ട്, സ്റ്റിക്കി ആയിട്ട്. ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ ഇടാനായിട്ട് നോക്കണം കേട്ടോ. കുറച്ച് നേരം എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. അരിച്ചിൽ വരും, അപ്പോഴാണ് നമുക്കിത് റിമൂവ് ചെയ്യേണ്ടത്. ഒന്നുകൂടെ ഒന്ന് ഫേസിലൂടെ ഒന്ന് മസാജ് ചെയ്തിട്ട് നമുക്കിത് തുടച്ച് മാറ്റാം. നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് തുടച്ച് മാറ്റിയിട്ടുള്ള റിസൾട്ട് നോക്കാം. വാവ്, ഇതുണ്ട്, ഗ്ലോ ഉണ്ട്. ഓക്കെ, നമുക്കില്ല മുഖത്ത് പറയുമ്പോൾ ആണെങ്കിൽ ഇത് പാക്ക് റിമൂവ് ചെയ്തിട്ട് എനിക്ക് കാണാൻ സാധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ ഉള്ള ഒരു ഗ്ലോ കണ്ടിട്ട്, ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ ഉള്ള മുഖത്തിൻ്റെ നിറം കണ്ടിട്ടില്ലേ, അതേപോലുള്ള ഒരു കളറാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. സംഭവം കിടുവാണ്. ഇത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ എൻ്റെ കൈയും മുഖവും തമ്മിലുള്ള വ്യത്യാസം കണ്ടു. സംഭവം സൂപ്പറാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫേസിന് നല്ല പോലെ മാറ്റം കിട്ടും. ഈ ഒരു പാക്ക് റിമൂവ് ചെയ്തതിന് ശേഷം മറ്റുള്ള ക്രീമോ ഒന്നും ഉപയോഗിക്കേണ്ട. ഫേസിനെ ഫ്രീ ആയിട്ട് ഇട്ടാൽ മതി. ഒരു ദിവസത്തേക്ക് നിങ്ങൾ സോപ്പോ ഒന്നും ഉപയോഗിക്കാതെ, മറ്റുള്ള ക്രീമുകളൊന്നും ഉപയോഗിക്കാതെ ഫേസിൽ അതിനകത്ത് ഇരിക്കുന്ന കുറച്ചൊക്കെ അംശങ്ങളുണ്ടല്ലോ, അത് ഫേസിൻ്റെ കോശങ്ങളിലേക്ക് ഒന്നും കൂടി ഇറങ്ങിച്ചെന്ന് നല്ല പോലെ ചേഞ്ചസ് കിട്ടാൻ സാധിക്കും. എന്തായാലും ഈ പറഞ്ഞ പാക്ക് ഒന്ന് ട്രൈ ചെയ്യണേ. സംഭവം കിടുവാണ്. വെറുതെ തള്ളിക്കളയല്ല, നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ കാണാൻ സ്കിന്നിൻ്റെ മാറ്റം. കണ്ടല്ലോ മാസ്ക് തയ്യാറാക്കിയതും ഒക്കെ, അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും കണ്ടല്ലോ. നിങ്ങളും ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കണേ. നിങ്ങളുടെ ഫേസ് സ്കിൻ നല്ല പോലെ വെട്ടിത്തിളങ്ങാൻ വേറെ ഒന്നും തന്നെ വേണ്ട. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇത് ചെയ്താൽ മതി. നല്ല പോലെ നിങ്ങളുടെ ഫേസ് സ്കിൻ തിളങ്ങുന്നതാണ്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത് ചെയ്തിട്ട് എന്നോട് വന്ന് റിസൾട്ട് പറയണേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് എൻ്റെ ചാനൽ എൻ്റെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കും, ഞാൻ അതിൻ്റെ മറുപടി പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.